ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രഷർ ഇൻ മൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചെറിയ റൈഡ് പോയിട്ട് വന്നാലോ? കേരളത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ്റ്റ് റൂട്ടായിട്ടുള്ള അച്ചൻകോവിൽ വഴിയാണ് നമ്മൾ പോകുന്നത്. അച്ചൻകോവിൽ വഴി നേരെ തെങ്കാശി ഇന്ന് രാത്രി തിരിച്ച് വീട്ടിൽ വരും. ഇന്ന് ഭാരത് ബന്ദൊക്കെ ആയത് കാരണം കടകളൊക്കെ അവധിയാണ്. ഉച്ച കഴിഞ്ഞ് നമ്മളും ഫ്രീ ആയത് കാരണം ഒന്ന് ബൈക്കും എടുത്തൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഒരു 2:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ പത്തനംതിട്ട വരെ ആയിട്ടുണ്ട്. പത്തനംതിട്ട ടൗണിൽ നിന്ന് കോന്നിയിലേക്ക് ഒരു 6 കിലോമീറ്ററും ശകലം കൂടെ മുൻപോട്ട് ചെന്ന് കല്ലേലിത്തോട്ടം റൂട്ടിലേക്ക് ഒരു 7.5 കിലോമീറ്ററും യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഞാവിനാൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്താം. ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് നമ്മുടെ ലൈസൻസും കാണിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് യാത്ര തുടരാവുന്നതാണ്. വൈകുന്നേരം ഒരു 4 മണി വരെ കയറ്റി വിടത്തുള്ളൂ. കാടൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ് ഇത്. പോകുന്ന വഴിക്ക് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള കുറേ അമ്പലങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇത് ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും യാത്ര ചെയ്യുന്ന റൂട്ടൊന്നും അല്ല കേട്ടോ. ഇവിടെ കൂടുതലും ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ യാത്ര ചെയ്യാറുള്ളത് ഈ വഴി. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാട് പോലെ തന്നെ ഈ റൂട്ടിനെ ഡേഞ്ചറാക്കുന്ന മറ്റൊരു ഘടകമാണ് ഈ പോകുന്ന വഴി. ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡായത് കാരണം ഒരു ആനിമൽ എന്തെങ്കിലും പെട്ടെന്ന് നമ്മളെ മുൻപിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. വണ്ടി പെട്ടെന്നൊന്ന് എടുത്തുകൊണ്ട് പോകാനോ ഒന്നും നടപടി ഉണ്ടാവില്ല. റോഡിനോട് ചേർന്ന് തന്നെ ഇത്രയും ഇടതൂർന്ന് വനം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു മൃഗം നമ്മളുടെ തൊട്ട് സൈഡിൽ നിന്നാലും നമ്മളത് തിരിച്ചറിയണമെന്നൊന്നുമില്ല. കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാനും സ്വല്പം ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവരും സാഹസികത യാത്ര ഇഷ്ടപ്പെടുന്നവരും ഒക്കെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ വഴി സ്വന്തം റിസ്കിൽ പോകാവുന്നതാണ്. അങ്ങനെ നമ്മൾ മുൻപോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് യാദൃച്ഛികമായിട്ടൊരു സൈറ്റിങ് കിട്ടിയേ. അങ്ങ് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലായിരുന്നു, എങ്കിലും കാണാനായിട്ട് സാധിച്ചു കേട്ടോ. പോകുന്ന റൂട്ട് 3/4 ഭാഗവും നമ്മൾ ആറിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പം ആനിമൽ സൈറ്റിങ്സിനൊക്കെ നല്ല ചാൻസ് ഉള്ളൊരു റൂട്ടാണ് കേട്ടോ. ആനിമൽസൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഈ വഴി യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വണ്ടിയുടെയും ടയറിൻ്റെയും കണ്ടീഷൻ ചെക്ക് ചെയ്ത് അത്യാവശ്യം പെട്രോൾ അടിച്ചിട്ടേ യാത്ര തുടങ്ങാവുള്ളൂ. പോകുന്ന വഴിക്ക് എങ്ങാനും പെട്രോൾ തീർന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഭയങ്കര മോശമായിരിക്കും. കുറച്ചുകൂടെ മുൻപോട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മൾ ഇതുപോലെ ആറിൻ്റെ സൈഡിലൊരു സ്പോട്ട് കണ്ടേ. അവിടെ നമ്മൾ കുറച്ച് നേരം ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് യാത്ര തുടങ്ങിയത്. അവിടുത്തെ കാഴ്ചയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര സൂപ്പറായിരുന്നേ. സാധാരണ ഒരുപാട് മയിലുകളെ കാണുന്ന റൂട്ടാണ്. മയിലിനെ ഒന്നും കണ്ടില്ലെന്നുള്ളതായിരുന്നു ജിമിൻ്റെ പരാതി. അപ്പം മയിലിനെ അങ്ങോട്ട് കാണാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിനും മയിലോട് മയില. ഇതാണ് സുഹൃത്തുക്കളെ അച്ചൻകോവിൽ എന്ന് പറയുന്ന കുഞ്ഞു ഗ്രാമം. ഈ ഗ്രാമത്തിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അച്ചൻകോവിൽ കഴിഞ്ഞൊരു ശകലം കൂടെ മുൻപോട്ട് വന്നപ്പോഴത്തേക്കിനും ഒരു കാട്ടുപന്നിയെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അവനെ ഒരു മിന്നായം പോലെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഓടി കാട്ടിലോട്ടങ്ങ് പോയി. കാടിൻ്റെ കാഴ്ചകളൊക്കെ ഏതാണ്ട് അവസാനിച്ചു. നേരമൊക്കെ ഇരുട്ടി തുടങ്ങി. ഇനി ഒരു ചെറിയ ചുരം ഇറങ്ങാനായിട്ടുണ്ട്. ആ ചുരം ഇറങ്ങി കുറച്ച് ദൂരം കൂടെ മുൻപോട്ട് പോയാൽ മതി നമ്മൾ തെങ്കാശിയിലെത്താനായിട്ട്. ഇതാണ് നമ്മൾ ഇൻസ്റ്റാ റീലിനകത്തൊക്കെ കാണുന്ന ബോർഡർ ചിക്കനും ബൺ പൊറോട്ടയും. തരക്കേടില്ലാത്ത നല്ലൊരു കോമ്പിനേഷനായിരുന്നേ. ബോർഡർ ചിക്കനും ബൺ പൊറോട്ടയും തട്ടി ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുവാണേ.
ഈ ഒരു ചെറിയ റൈഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോയിലുള്ള കുറവുകളൊക്കെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ക്ഷമിക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു യാത്രാവിശേഷമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും ബൈ.